മിസ്സിംഗ് പ്രോബ്ലം ഇല്ലെങ്കിലും നമുക്കേവർക്കും അനുഭവമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് വരാനിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. കുറേ നാൾ വണ്ടി ഉപയോഗിച്ച് കഴിയുമ്പോൾ എത്ര ആക്സിലറേറ്റർ കൊടുത്താലും വണ്ടിക്ക് അത്ര പുള്ളിങ് അഥവാ വലിവ് കിട്ടുന്നില്ല എന്നുള്ള കാര്യം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4 കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങളുടെ വണ്ടിയുടെ പുള്ളിങ് പ്രോബ്ലത്തിന് പിന്നിൽ. ക്ലച്ച് കവറിങ്ങിനുള്ളിലെ വേരിയേറ്റർ റോളറുകൾ അഥവാ വേരിയേറ്റർ വെയിറ്റുകൾക്കുണ്ടാവുന്ന തേയ്മാനമാണ് അതിലൊരു കാരണം. റോളറുകൾക്ക് തേയ്മാനമുണ്ടായാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടാൻ തുടങ്ങുമ്പോൾ ഹാൻഡിലിൽ നല്ല വൈബ്രേഷൻ അഥവാ ജർക്കിംഗ് അനുഭവപ്പെടും. വേരിയേറ്റർ റോളറുകൾ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഏക പോംവഴി. അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയുടെ പുള്ളിങ് കൂടുക മാത്രമല്ല, സ്റ്റാർട്ട് ചെയ്ത് ഓടാൻ തുടങ്ങുമ്പോൾ ഹാൻഡിലിൽ വൈബ്രേഷനോ മറ്റുമുണ്ടെങ്കിലും അതും സോൾവ് ചെയ്യപ്പെടുന്നതാണ്. വേരിയേറ്റർ റോളർ റീപ്ലേസ് ചെയ്യുക വഴി വണ്ടിയുടെ പിക്കപ്പ് പ്രോബ്ലവും ഹാൻഡിൽ വൈബ്രേഷൻ പ്രോബ്ലവും എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തേക്കാം. CVT ബെൽറ്റ് അഥവാ കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ ബെൽറ്റ് എന്നറിയപ്പെടുന്ന ഡ്രൈവ് ബെൽറ്റിൻ്റെ തേയ്മാനമാണ് വണ്ടിയുടെ പിക്കപ്പ് കുറയാനുള്ള മറ്റൊരു കാരണം. ഡ്രൈവ് ബെൽറ്റിൻ്റെ ടീത്തുകൾ മാത്രമല്ല, ബെൽറ്റിൻ്റെ വീതി കുറയുമ്പോഴും പിക്കപ്പ് പ്രോബ്ലം ഉണ്ടാകും. കൃത്യമായ ഇടവേളകളിൽ ഡ്രൈവ് ബെൽറ്റ് റീപ്ലേസ് ചെയ്യുന്നതിലൂടെ ഡ്രൈവ് ബെൽറ്റ് മൂലമുണ്ടാകുന്ന പിക്കപ്പ് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനാവും. വണ്ടിയുടെ 3 ക്ലച്ച് ഷൂവിനുണ്ടാകുന്ന തേയ്മാനവും പിക്കപ്പ് പ്രോബ്ലത്തിന് ഒരു പ്രധാന കാരണം തന്നെയാണ്. 3 ക്ലച്ച് ഷൂകളും റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രശ്നത്തിലുള്ള ഒരു പോംവഴി. ക്ലച്ച് ഷൂ റീപ്ലേസ് ചെയ്യുമ്പോൾ ഒറിജിനൽ എക്യുപ്മെൻറ്റ് അഥവാ OE എന്നുള്ള ഒറിജിനൽ പ്രോഡക്റ്റ് വെച്ച് തന്നെ റീപ്ലേസ് ചെയ്യുന്നതാണ് ഉത്തമം. ക്ലച്ച് പുള്ളികൾ ഇതുപോലെ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവ തമ്മിലുള്ള റിലേറ്റീവ് മൊമെന്റ് കുറയുന്നതാണ് അഥവാ ക്ലച്ച് ജാമിംഗ് ആണ് പിക്കപ്പ് പ്രോബ്ലത്തിന് മറ്റൊരു പ്രധാന കാരണം. ക്ലച്ച് ഡിസസംബ്ലി ചെയ്ത് നന്നായി ഗ്രീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ പിക്കപ്പ് നമുക്ക് വീണ്ടെടുക്കാവുന്നതാണ്. ക്ലച്ച് എങ്ങനെ ഡിസസംബ്ലി ചെയ്ത് ഗ്രീസിംഗ് അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് അവൈലബിൾ ആണ്. ഡ്രൈവ് ബെൽറ്റ് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നുള്ള വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്